മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ ജയിലിൽ വെച്ച് രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടത്താൻ ഹൈക്കോടതിയുടെ ഉത്തരവ്. സുഗതന്റെ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ഡാനി, എന്തായാലും ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ടോ? ടോം, ഇന്ന് കോടതിയിൽ ചില നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സമർപ്പിച്ചിരുന്നു. കാരണം നിശ്ചിത സമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ നടത്തേണ്ടതുണ്ട് എന്ന് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടതായിരുന്നു സുഗതൻ ആ കോടതിയിലേക്ക് എത്തുന്നത്. ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് ജയിലിൽ വെച്ച ഇതിനുള്ള സൗകര്യം ഒരുക്കാമെന്നതായിരുന്നു. കാരണം ഈ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയാണ്. മറ്റ് 2 കേസുകളിൽ ഇയാൾക്ക് കീഴ്ക്കോടതികൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൽ വളരെ നിർണായകമായൊരു വ്യവസ്ഥയുണ്ട്. ഈ കാപ്പ കേസ് സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കാരണം അത് ആ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അതിനെ അനുസരിച്ച് മാത്രമായിരിക്കും അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുക എന്ന് കീഴ്ക്കോടതിയും വ്യക്തമാക്കിയ സാഹചര്യത്തിലായിരുന്നു ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതി ഇതിപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ, രാവിലെ പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായ കാര്യങ്ങൾ കോടതി സർക്കാർ അഭിഭാഷകനോടക്കം ചോദിച്ചിരുന്നു. ഈ കേസ് ഇത് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ആ കേസല്ല, ഇതുമായി ബന്ധപ്പെട്ടതാണോ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഇയാളെ വിട്ടയച്ചുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ സംബന്ധിക്കാനായിട്ട് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ സാധിക്കുകയില്ല എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയുണ്ടായി. കാരണം ഇതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. ഈ കാപ്പ പ്രകാരം ചുമത്തിയിരിക്കുന്ന ഒരു കേസാണ്. അതിൽ ഇങ്ങനെയൊരു വ്യവസ്ഥ, പുറത്തേക്ക് പോകാനുള്ളൊരു വ്യവസ്ഥയെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഇതിൽ ജയിലിനകത്ത് അതിനുള്ള സൗകര്യം ഒരുക്കാം, അത് മാത്രമേ നിർവാഹമുള്ളൂ എന്ന രീതിയിലേക്കാണ് കോടതിയെ കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഏതായാലും കോടതി അതിന് അനുമതി നൽകുമ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അക്രഡിറ്റഡായ സർക്കാർ അംഗീകൃത മാധ്യമപ്രവർത്തകരെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കണം. കാരണം ഇത് സത്യപ്രതിജ്ഞ ഇങ്ങനെ നടക്കുന്നു എന്നത് അറിയട്ടെ എന്നതാണ് കോടതി പറയുകയും ചെയ്തത്. അപ്പോൾ ഇതിനുള്ള സൗകര്യം നാളെ 11 മണിക്ക് സൗകര്യം ഈ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിട്ടുണ്ട്. നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പോൾ ഇവിടെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. അക്രഡിറ്റഡായ മാധ്യമപ്രവർത്തകരെ ഇത് BJPയെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ് കോടതിയുടെ നടപടി. പ്രത്യേകിച്ചും കേവല ഭൂരിപക്ഷം മാത്രമുള്ള ഒരു ഭരണസമിതി, അതായത് സുഗതന്റെ സത്യപ്രതിജ്ഞ ഒരുപക്ഷെ റദ്ദാക്കുകയും സുഗതൻ അയോഗ്യനാകും